സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി PAK Gold and Diamonds. Most trusted gold. PAK Gold and Diamonds. വികസന ഫണ്ട് നൽകാതെ തദ്ദേശ സ്ഥാപനങ്ങളെ ഞെക്കിക്കൊല്ലുന്ന സംസ്ഥാന സർക്കാരിനെതിരെ ജനപ്രതിനിധികളുടെ പ്രതിഷേധത്തിന്റെ ഭാഗമായി കാളികാവ് പഞ്ചായത്ത് പ്രതിനിധികൾ പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ കാളികാവ് ടൗണിൽ പ്രതിഷേധ പ്രകടനം നടത്തി. കേരളത്തിൽ സർക്കാരെ ഫണ്ട് തടഞ്ഞുവെച്ചതിനാൽ പഞ്ചായത്തിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് പോലും തടസ്സം നേരിടുന്നതായി ജനപ്രതിനിധികൾ പറഞ്ഞു. ഫണ്ട് ലഭിക്കാത്തതിനാൽ വികസന പ്രവർത്തനങ്ങളും വ്യക്തിഗത ഫണ്ടുകളും പാടെ മുടങ്ങിക്കിടക്കുകയാണ്. ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്ന സർക്കാരിന്റെ നടപടി അവസാനിപ്പിക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു. ചടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് രമാരാജൻ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങൾ വളരെയധികം ഗുരുതരമായ അവസ്ഥയിൽ സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. അവസാന നിമിഷം വരെ നമ്മൾ കാത്തു നിന്നിരുന്ന വികസന ഫണ്ട് നാളിതുവരെ ലഭിച്ചിട്ടില്ല. ഇനി വരും എന്നുള്ള പ്രതീക്ഷയുമില്ല. കാളികാവ് പഞ്ചായത്തിന് മാത്രമായി 2,40,00,000 രൂപയാണ് കിട്ടാനുള്ളത്. നമ്മളെ പൊതു ആവശ്യങ്ങൾക്ക് പല ഫണ്ടുകളും ഇതുമാതിരി ബ്ലോക്കായി നിൽക്കുകയാണ്. നമുക്ക് ഈ 24-ാം തീയതിക്കുള്ളിലാണ് നമ്മൾ ബില്ലുകളൊക്കെ സമർപ്പിക്കാൻ വേണ്ടി നമുക്ക് നിർദ്ദേശം കിട്ടിയിരിക്കുന്നത്. എന്നാൽ 24-ാം തീയതിക്ക് മുമ്പ് തന്നെ സബ്മിറ്റ് ചെയ്ത പല ബില്ലുകളും അവിടെ ക്യൂ ബില്ലിൽ പണമാവാതെ കിടക്കുകയാണ്. നമ്മളെ പഞ്ചായത്തിനെ സംബന്ധിച്ച് എല്ലാ സാമ്പത്തിക തദ്ദേശ സ്ഥാപനങ്ങളെ സംബന്ധിച്ചും മാസം അവസാനം വരുമ്പോൾ നമ്മളുടെ ട്രഷറിയിലുള്ള ബാലൻസ് ധനകാര്യ വകുപ്പ് അത് മുഴുവനായി പിൻവലിക്കുകയാണ് ചെയ്യുന്നത്. തദ്ദേശ സ്ഥാപനങ്ങളുടെ തനത് ഫണ്ടും കൂടിയും ആ ഒരു വകുപ്പിൽ ഉൾപ്പെടുന്നുള്ളത് അതീവ നമുക്ക് വിഷമം ലഭിക്കുന്ന ഒരു കാര്യങ്ങളാണ്. പ്രസിഡന്റ് സൂചിപ്പിച്ച പോലെ കേരളത്തിലെ 1200ഓളം വരുന്ന തദ്ദേശ സ്ഥാപനങ്ങൾ വലിയ ഒരു പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. 2025-26 സാമ്പത്തിക വർഷത്തിൽ സംസ്ഥാന ഗവൺമെന്റ് പ്രഖ്യാപിച്ചിട്ടുള്ള 9,215 കോടി രൂപ 3 ഗഡുക്കളായി ഗ്രാമപഞ്ചായത്തുകളിലേക്ക് വികസന ഫണ്ടായി സംസ്ഥാന സർക്കാർ നൽകേണ്ടതാണ്. അത് 2 ഗഡുക്കൾ നൽകി അതിന്റെ ഷെഡ്യൂൾ പ്രകാരം 3ാമത്തെ ഗഡു 2,150 കോടി രൂപ കേരളത്തിലെ 1200 തദ്ദേശ സ്ഥാപനങ്ങൾക്കും കഴിഞ്ഞ ജനുവരി മാസത്തിൽ സംസ്ഥാന സർക്കാർ നൽകേണ്ടതായിരുന്നു. നാളിതുവരെ ഗ്രാമപഞ്ചായത്തുകൾക്ക് അത് ലഭ്യമായിട്ടില്ല. കാളികാവ് ഗ്രാമപഞ്ചായത്തിന്റെ മാത്രം സ്ഥിതി എടുത്തു നോക്കിയാൽ വികസന ഫണ്ടിൽ ജനറൽ വിഭാഗത്തിൽ മാത്രം 1,88,00,000 രൂപയാണ് ഇവിടെ ലഭിക്കേണ്ടത്. ആ തുക ഇവിടെ ലഭിച്ചിട്ടില്ല. SCPയിൽ ലഭിക്കേണ്ടത് 43 ലക്ഷത്തി ചില്ലാനം രൂപയാണ്. ഏകദേശം 44 ലക്ഷം രൂപയാണ് SCPയിൽ വികസന ഫണ്ടിൽ കാളികാവ് ഗ്രാമപഞ്ചായത്തിന് ലഭിക്കേണ്ടത്. അതും ഇവിടെ ലഭ്യമാകാത്തൊരു സാഹചര്യമാണ്. എന്നാൽ അതേപോലെ തന്നെയാണ് ഓരോ പഞ്ചായത്തുകൾക്കും തദ്ദേശ സ്ഥാപനങ്ങൾക്കും നൽകേണ്ട ജനറൽ പർപ്പസ് ഫണ്ടുകൾ. അതായത് പഞ്ചായത്തുകളിലെ സ്റ്റാഫുകളുടെ ശമ്പളവും അതുപോലെ തന്നെ മെമ്പർമാരുടെ ഓണറേറിയം ഉൾപ്പെടെ ദൈനംദിന ചെലവുകൾക്ക് വേണ്ടി സർക്കാർ നൽകേണ്ട ഫണ്ടാണ് ജനറൽ പർപ്പസ് ഫണ്ട് എന്ന് പറയുന്നത്. കേരളത്തിലാകമാനം 2,500 കോടി രൂപയോളം തദ്ദേശ സ്ഥാപനങ്ങൾക്ക് സർക്കാർ ജനറൽ പർപ്പസ് ഫണ്ട് നൽകേണ്ടതുണ്ട്. ഗഡുക്കളായി ഓരോ വർഷവും 12 ഗഡുക്കളായാണ് ഈ ഫണ്ട് നൽകാറുള്ളത്. ഏകദേശം 450 കോടിയോളം രൂപ ഇനിയും സംസ്ഥാന സർക്കാർ ജനറൽ പർപ്പസ് ഫണ്ട് മാത്രം കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നൽകാനുണ്ട്. കാളികാവ് ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഓരോ മാസവും ലഭിക്കേണ്ട 20 ലക്ഷത്തി ചില്ലാനം രൂപ കഴിഞ്ഞ 2 മാസത്തത് മുടങ്ങിപ്പോയാൽ 40 ലക്ഷത്തോളം രൂപ ജനറൽ പർപ്പസ് ഫണ്ടും കാളികാവ് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം കിട്ടാതിരിക്കുകയാണ്. ഇങ്ങനെ 2,40,00,000-ലധികം രൂപ ന്യായമായ അവകാശങ്ങളും ആനുകൂല്യങ്ങളും വികസനങ്ങളും ഈ പഞ്ചായത്തിന്റെ പരിധിയിൽ നടത്തേണ്ട ഫണ്ടാണ് സംസ്ഥാന സർക്കാർ നൽകാതെ തടഞ്ഞു വെച്ചിരിക്കുന്നത്. ഇതിനെതിരെയുള്ള ശക്തമായ ഒരു പ്രതിഷേധമാണ് ഗ്രാമപഞ്ചായത്തിന്റെ മെമ്പർമാർ ഇവിടെ നടത്തിയിട്ടുള്ളത്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P. അബ്ദുറഹിമാൻ അഞ്ചച്ചവടി വിശദീകരണം നടത്തി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി മെമ്പർമാരായ VP മുജീബ്, N. സവാദ്, ഷാഹിന, സലീന, മെമ്പർമാരായ PT ഹാരിസ്, M. ജിഷാദ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാളികാവ്. കല്യാണം, സൽക്കാരങ്ങൾ, മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ, പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ്, കണ്ണൂർ.